ജോലി നിർത്തിയിട്ടാണ് ഞാൻ ആർ സി ബിയിലേക്ക് വളരെ യാദൃശ്യമായിട്ടാണ് കടന്നു വരുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പല അനുഭവങ്ങളും വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കാതെയാണ്. ചിലപ്പോൾ അത് നല്ലതിനായിരിക്കാം, ചിലപ്പോൾ അത് മറ്റ് കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കാം, നെഗറ്റീവായിട്ടൊക്കെ വന്നിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചുള്ള ആർ സി എം ആദ്യം നമുക്കൊരു സംശയം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഉൽപ്പന്നങ്ങളിലൂടെ നമ്മൾ അനുഭവിച്ചു പോയപ്പോൾ അത് നമുക്ക് ഒത്തിരി ഗുണം പകരുന്നതായിട്ടും നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് എല്ലാവർക്കും ആരോഗ്യം നൽകുന്നതായിട്ടും അനുഭവപ്പെട്ടു. അപ്പം കുറേ വർഷങ്ങൾക്ക് മുമ്പ് പലതരത്തിലുള്ള അസുഖങ്ങൾ സ്വന്തം ജീവിതത്തിൽ അനുഭവപ്പെട്ടപ്പോൾ അപ്പം അതിനൊക്കെ എന്താണ് ഒരു പരിഹാരം എന്ന് ചിന്തിച്ച് ഞാൻ എത്തിച്ചേർന്നത് നാച്ചുറോപ്പതിയിലും ആയുർവേദത്തിലൊക്കെ ആയിരുന്നു. അത്തരത്തിലുള്ള ഒരു ചികിത്സാ രീതിയിലൂടെയാണ് ഞാൻ ജീവിതത്തെ മുമ്പോട്ട് കഴിഞ്ഞ 25 വർഷമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാറ് സൂചിപ്പിച്ചതുപോലെ ഇംഗ്ലീഷ് മരുന്നുകളൊന്നും കഴിക്കാതെ, ആൻറ്റിബയോട്ടിക്കുകളോ മറ്റു മെഡിസിൻസോ ഒന്നും എടുക്കാതെ സാധാരണ രീതിയിലുള്ള നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പച്ചമരുന്നുകളും അതുപോലെ തന്നെ ജീവിതശൈലിയിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെയുമാണ് ആരോഗ്യത്തെ മെച്ചപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന അരി, അതുപോലെ തന്നെ ഗോതമ്പ്, മറ്റു പല വ്യഞ്ജനങ്ങൾ, പയറ്, ഉഴുന്ന്, പരിപ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ ധാരാളം നമ്മൾ വിഷവസ്തുക്കൾ ഉള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും ഇല്ലാത്ത നല്ല പ്രൊഡക്റ്റ് എവിടെ കിട്ടും എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരിടത്തൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മളതിന് അല്പമെങ്കിലും ഒരു ആശ്വാസമായിട്ട് പോയിക്കൊണ്ടിരുന്നത് റിലയൻസ് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ആയിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങിക്കും, വീട്ടിൽ കൊണ്ടുവരും, ഉപയോഗിക്കും. ഒരു മാസം ഒരു 4,000 രൂപയുടെയൊക്കെ പ്രൊഡക്റ്റുകളാണ് വാങ്ങിക്കുന്നത് അവിടുന്ന്. അപ്പോൾ ഏറെ നേരം ക്യൂ നിന്ന് ആണ് നമ്മളിതൊക്കെ വാങ്ങിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് പ്രത്യേകിച്ച് അതുകൊണ്ട് ആർ സി ബിയിൽ കിട്ടുന്ന പോലെയുള്ള ബെനിഫിറ്റുകളൊന്നും അവിടെ ഇല്ല, നമുക്കറിയാം. അപ്പൊ അങ്ങനെ വീട്ടിൽ കൊണ്ടുവരുന്നു, ഉപയോഗിക്കുന്നു. അപ്പം പല സാധനങ്ങളും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്, ചിലപ്പം അവല് സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. അപ്പോഴാണ് ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾ പരിചയപ്പെടുന്നത്. എങ്കിലും സംശയമായിരുന്നു, കാരണം നമുക്കറിയാമല്ലോ ഇന്ന് നമ്മുടെ സമൂഹത്തില് നല്ലതെന്ന് പറഞ്ഞു വരുന്ന പലതും നമ്മളെ പറ്റിക്കുന്നവരാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് കമ്പനിയുടെ മാർക്കറ്റിംഗ് പ്ലാനിൽ എന്താണോ എഴുതി വെച്ചിരിക്കുന്നത് അത് അക്ഷരം പ്രതി ശരിയായിരിക്കുന്ന ഒരു അനുഭവം എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അപ്പോൾ ആർ സി എം ഒരു വണ്ടർ വേൾഡ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പഠിക്കുവാനും ക്ലാസ്സുകൾ കേൾക്കുവാനും ഒക്കെ തുടങ്ങിയതിന്റെ വെളിച്ചത്തിൽ ഉണ്ടായിരിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുവാനും അതിലൂടെ ഒരു നന്മ പ്രചരിപ്പിക്കാനുമുള്ള ഒരു ഉപാധിയായിട്ട് ഞാനിന്ന് ആർ സി എമ്മിനെ കാണുന്നു. ഇപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് ഈറ്റ് ഹെൽത്തി തിങ്ക് ബെറ്റർ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാനത് കേൾക്കുന്നത് ആദ്യം ഇന്ന് ഇന്ത്യയിലെ വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയായ ബ്രിട്ടാനിയ എന്ന് നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും. ആ ബിസ്ക്കറ്റിന്റെ ഒരു പരസ്യവാചകമാണത്. അപ്പൊ ഈറ്റ് ഹെൽത്തി തിങ്ക് ബെറ്റർ അവരുടെ പരസ്യവാചകം, പക്ഷെ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പൊ അത് ആ പരസ്യവാചകം എന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ ബിസ്ക്കറ്റ് ഞാനടുത്ത് ഉപയോഗിച്ചിട്ടുമുണ്ട്. പക്ഷെ ആ ബിസ്ക്കറ്റിൽ നിന്നും ഈ എഴുതി വെച്ചിരിക്കുന്ന നന്മ നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ ആർ സി എം അങ്ങനെയല്ല. ഇപ്പൊ ആർ സി എമ്മിന്റെ മാർക്കറ്റിംഗുകളെല്ലാം തുടങ്ങുന്നത് തന്നെ മനുഷ്യ ജീവിതത്തെ സമൃദ്ധവും ആനന്ദപൂർണവുമാക്കുക എന്ന് TCG പറയുന്നു. അങ്ങനെ പറയുമ്പോൾ അത് വെറുതെ പറയുന്നതല്ല, അതിനകത്ത് തികച്ചും പ്രായോഗികമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് അത് അനുഭവിച്ച് തന്നെ കിട്ടിയ നേർസാക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അത് തികച്ചും സത്യസന്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. പലപ്പോഴും നമ്മൾ പരസ്യങ്ങളിൽ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ മനോഹരമാണ്, പക്ഷെ അത് പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു വരുമ്പോൾ അതൊന്നും അങ്ങനെയല്ല എന്നുള്ളതും, അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ഒരു അഡ്വർടൈസ്മെന്റ് മാത്രമായിട്ട് പരിമിതപ്പെടുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ നമ്മളിവിടെ പറ്റിക്കപ്പെടുകയാണ്. ഉപഭോക്താവ് അല്ലെങ്കിൽ കസ്റ്റമർ ഇവിടെ കബളിപ്പിക്കപ്പെടുകയാണ്. അപ്പൊ നമുക്ക് ഇതിനെതിരെ പരാതി കൊടുക്കാനൊന്നും പറ്റത്തില്ല. ഒരു പരാതി കൊടുത്താൽ തന്നെയും അതിനെ നേരിടാനുള്ള മറുവിദ്യ അവർ കണ്ടുവച്ചിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമുക്ക് യാതൊരു ബഹളങ്ങളും ഇല്ലാതെ വളരെ ശാന്തമായിട്ട് വളരെ സമാധാനത്തോടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാനും, ഇപ്പൊ കടയിൽ ചെന്നാലും തിരക്കൊന്നുമില്ല, സമാധാനത്തോടെ നമുക്ക് വേണ്ട ഉൽപ്പന്നങ്ങളെല്ലാം തിരഞ്ഞെടുക്കുവാനും അതിനെപ്പറ്റി മനസ്സിലാക്കി പഠിച്ച് ഉപയോഗിച്ച് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ അത് തെളിയിച്ച് മറ്റുള്ളവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഈ മഹാപ്രസ്ഥാനം തുടങ്ങി വെച്ച TCG നമുക്ക് സ്മരിക്കാതിരിക്കാൻ വയ്യ. അദ്ദേഹത്തിന് നന്മ നിറഞ്ഞ ആ മനസ്സിനെ, ഇതൊരു കാരുണ്യ പ്രവൃത്തിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ നമ്മളിവിടെ എടുത്തിരിക്കുന്ന
നമ്മുടെ സബ്ജക്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ, വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ, തിങ്ക് ബെറ്റർ, ഏറ്റവും നന്നായിട്ട് ഉള്ള ചിന്തകൾ. ഇപ്പം നമുക്കറിയാം, ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് മാത്രം നമുക്ക് ആരോഗ്യം ഉണ്ടാകത്തില്ല. നമ്മുടെ മനസ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് നമുക്കറിയാം. ആ മനസ്സിനെ പരിമപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ആ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ഒരു സംവിധാനം കൂടി ഇന്ന് RCMിലുണ്ട്. അപ്പൊ അതാണ് TCG എടുക്കുന്ന ഗുരുകുലം പോലെയുള്ള പരിപാടികൾ. അത് കണ്ടു കഴിയുമ്പോൾ നമുക്കറിയാം. ഞാൻ 1-2 പരിപാടികളെ കണ്ടിട്ടുള്ളൂ. അപ്പൊ അതിനകത്ത് അദ്ദേഹം യോഗയെക്കുറിച്ച് പറയുന്നു, ധ്യാനത്തെക്കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ ജീവിത ചിന്തകളെ കുറിച്ച് പറയുന്നു. RCM കേവലം ഒരു ബിസിനസ് മാത്രമല്ല, ഇതൊരു സാമൂഹിക സേവനം കൂടിയാണ്. അപ്പം നന്മയെ പ്രചരിപ്പിക്കുക, നന്മ നിറഞ്ഞ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെ നമ്മളൊരു ബിസിനസ് മാത്രമല്ല ചെയ്യുന്നത്, വലിയൊരു സാമൂഹിക സേവനം കൂടിയാണ് ചെയ്യുന്നത്. നാം ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയോ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയോ മാത്രമല്ല, സമൂഹത്തിന് വേണ്ടി കൂടിയാണ്. അപ്പൊ സമൂഹത്തോട് നമുക്കൊരു പ്രതിബദ്ധതയുണ്ട്. നാം ജീവിക്കുന്ന ചുറ്റുപാടുകൾ, നമ്മുടെ അയൽവക്കക്കാര്, നമ്മുടെ ബന്ധുമിത്രാദികള്, ഇനി നാം പരിചയപ്പെട്ടു കൊണ്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കള്, ഇവരോടൊക്കെ നമ്മൾ RCM പറയുമ്പോൾ ഇതൊരു സാമൂഹ്യ സേവനമായിട്ട് മാറുകയും നമ്മുടെ ചിന്തകളെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ അത് കൂടുതൽ ഒരു പവിത്രതയിലേക്ക്. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, മീറ്റിങ്ങുകൾ, വലിയ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ മൂർത്തി സാറും അതുപോലെ തന്നെ ഗോപകുമാർ സാറും ഒക്കെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ അടുത്ത് വന്ന ആൾക്കാർ അവരോട് നന്ദി പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു കൃതജ്ഞത, അല്ലെങ്കിൽ ഈ ഇവരൊക്കെ അനുഭവിക്കുന്ന ഒരു സന്തോഷം, അത് അവർക്കൊരു മാസം കിട്ടുന്ന ഒരു 4 ലക്ഷം അല്ലെങ്കിൽ 8 ലക്ഷം രൂപയെക്കാലം അവരെ സംതൃപ്തരാകുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ അവർ ചെയ്യുന്ന ആ നന്മയുടെ ഫലം അനുഭവിക്കുന്ന ഒരുപാട് ഗുണഭോക്താക്കൾ ഇന്ന് കേരളത്തിലുണ്ട്, എല്ലാ ജില്ലകളിലും ഉണ്ട്. അപ്പൊ അവരൊക്കെ അവരുടെ ദാരിദ്ര്യത്തിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും ഒക്കെ മാറി ഒരു ആനന്ദകരമായ ജീവിതത്തിന് കാരണക്കാരായ നമ്മുടെ ഈ ഗുരുക്കന്മാരെ, അല്ലെങ്കിൽ നമ്മൾക്ക് ഇത് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന മൂർത്തി സാറിനെ പോലുള്ളവരെയും ഗോപകുമാർ സാറിനെ പോലുള്ളവരെയും ബാബു സാറിനെ പോലെയുള്ളവരെയൊക്കെ വളരെ കൃതജ്ഞതയോടെ ഇവർ നോക്കുമ്പോൾ ഇരു കൂട്ടർക്കും ഉണ്ടാകുന്ന ഒരു ആനന്ദം, ഒരുപക്ഷെ അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഇവരൊക്കെ തന്നെയായിരിക്കും, ഈ ഗുരുക്കന്മാരായിരിക്കും. അപ്പൊ അത് അവരുടെ ജീവിതത്തിൽ അവർക്ക് കൊടുക്കുന്ന ഒരു വെളിച്ചം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ നിലനിർത്തിക്കൊണ്ടു അവരുടെ കുടുംബത്തിന് അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പം ശരിയായ ഭക്ഷണത്തോടൊപ്പം ശരിയായ ചിന്തകളിലൂടെ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനും അതിലൂടെ ഒരു നല്ല സമൂഹത്തെ കെട്ടിപ്പടുക്കുവാനും ആരോഗ്യമുള്ള ഒരു തലമുറയെ നമുക്കിവിടെ വാർത്തെടുക്കുവാനും സാധിക്കുന്നു എന്നുള്ളത് ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് ഞാൻ കാണുന്നു. അപ്പൊ അതുകൊണ്ട് RCM ബിസിനസ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ബിസിനസ് മാത്രമല്ല, വെറുതെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സിനേക്കാളും ഒരു പടി ഉയർന്ന് ഒരു സാമൂഹ്യ സേവനത്തിന്റെ ഒരു മാർഗമാണ് RCM സ്വീകരിക്കുന്നത്. അതിനൊരു മാതൃകയായിട്ട് നമ്മുടെ TCG നിലകൊള്ളുന്നു. അതുകൊണ്ട് അദ്ദേഹം പലപ്പോഴും പറയുന്നതായിട്ട് ലീഡർമാർ പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: ആരും ഇവിടെ ബിസിനസ് ചെയ്യാനോ പണം ഉണ്ടാക്കാനോ വരണ്ട, ഇത് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അതിന് നന്മകൾ പ്രചരിപ്പിക്കൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ യൂസ് ദ പ്രൊഡക്റ്റ് ആൻഡ് നമ്മളെ മറ്റുള്ളവരെ പരിചയപ്പെടുത്തി കൊടുക്കുക, അല്ലെങ്കിൽ അവരൊക്കെ മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ അങ്ങനെ ഈ ഒരു പ്രസ്ഥാനം നമ്മൾ ഏറ്റെടുത്തിരിക്കുമ്പോൾ അതിന്റെ നന്മകളുടെ വിവിധ വശങ്ങളെ കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനെയൊരു വിഷയം എടുക്കാമെന്ന് ഇന്ന് ഞാൻ തീരുമാനിച്ചത്. അപ്പം ആഹാരത്തിന്റെ കാര്യത്തില്, ആഹാരം നമ്മൾ കഴിക്കുമ്പോൾ ഇപ്പം നമുക്കറിയാം, പലപ്പോഴും ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ ആഹാരം തിരഞ്ഞെടുക്കുന്നത് ആഹാരം രുചിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ശരീരത്തിന്റെ പോഷണത്തെ മെച്ചപ്പെടുത്താനായിട്ടുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുകയും ചില കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യണം. അപ്പൊ ആഹാരത്തെ നമുക്ക് അതിന്റെ ഏറ്റവും ശുദ്ധമായ ആഹാരം എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്നതാണ്, അല്ലെ, ജീവനുള്ള ഭക്ഷണം. അത് വേവിക്കാത്ത ഭക്ഷണം തന്നെയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആഹാരം വേവിക്കാതെ കഴിക്കണം, ഒരു നേരമെങ്കിലും നമ്മൾ വേവിക്കാതെ കഴിക്കണം. നമ്മൾ രാജൻ സാറിന്റെയൊക്കെ ക്ലാസ്സുകളിൽ നമുക്കത് കേൾക്കാൻ പറ്റും, അദ്ദേഹമൊക്കെ അതൊക്കെ പ്രത്യേകം പറയാറുണ്ട്. അപ്പൊ അതിന് നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒന്നാണ് നമ്മുടെ കൃഷി എന്ന് പറയുന്നത്. അല്ലെ, കൃഷിയെ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് ഒരിക്കലും നമുക്ക് ഇവിടെ നമുക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. ഇപ്പൊ കൃഷിക്കാരാണ് നമുക്കിതില്ല. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പ്രൊഡക്റ്റും എവിടെയെങ്കിലും കൃഷി ചെയ്തതാണ്, ഏതെങ്കിലും മണ്ണിൽ അത് കൃഷി ചെയ്തതാണ്. അപ്പൊ അത് കൃഷിക്കാരൻ അത് മാർക്കറ്റിൽ എത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് വിപണിയിൽ എത്തിക്കുമ്പോൾ, വാങ്ങി ഉപയോഗിക്കുന്ന ഉപഭോക്താവിന് അതിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്ന ഒരു ഗുണം കിട്ടണമെങ്കിൽ അത് പരുവപ്പെടുത്തി എടുക്കുന്ന രീതി ഏറ്റവും സംശുദ്ധമായിരിക്കണം. അത് നല്ല വളങ്ങൾ ചേർത്തതായിരിക്കണം. അതിനകത്ത് കെമിക്കലുകളുടെ സാന്നിധ്യം വളരെ കുറവായിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് ഏറ്റവും നന്നായിട്ട്
ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ നല്ല ആഹാരം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കൃഷി ചെയ്യാനുള്ള അവസരം കൂടി RC നമുക്ക് ഒരുക്കി തരുന്നു അല്ലെ. അപ്പൊ അതിനായിട്ട് ഹരിത സഞ്ജീവനി എന്നുള്ള ഒരു പ്രോജക്റ്റ് തന്നെ ഇവർക്കുണ്ട്. അപ്പൊ അതിനെപ്പറ്റിയുള്ള വിശദീകരിച്ച ക്ലാസ്സുകൾ കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് നമ്മുടെ കേരള പ്ലാറ്റ്ഫോമിൽ നടന്നായിരുന്നു. ഞാൻ കുറച്ചൊക്കെ പങ്കെടുത്തു, കൂടുതൽ രാത്രി ആയതുകൊണ്ട് കേൾക്കാൻ പറ്റിയില്ല. അപ്പൊ അതിനകത്തൊക്കെ അവര് ഈ കൃഷിയുടെ പ്രാധാന്യം ഓരോ നമ്മുടെ ഗാർഡൻ ഗോൾഡ് മുതൽ, അല്ലെങ്കിൽ ഗാർഡൻ ഗോൾഡ്, സോയിൽ ഹെൽത്ത്, അതുപോലെ തന്നെ ഫ്രൂട്ട് സ്പെഷ്യൽ, അതെല്ലാം ഉപയോഗിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. ഞാൻ പ്രധാനമായിട്ടും എന്റെ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത് ഈ 3 പ്രൊഡക്റ്റുകളാണ്. ഗാർഡൻ ഗോൾഡ്, സോയിൽ ഹെൽത്ത്, ഫ്രൂട്ട് സ്പെഷ്യൽ. ഇത് 3മാണ് ഇവിടെ എസെൻഷ്യൽ ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ റാപ്പിഡ് ഉപയോഗിക്കുന്നുണ്ട്, കീടനാശിനിക്കായിട്ട് റാപ്പിഡ് ഉപയോഗിക്കുന്നുണ്ട്, കുമിൾനാശിനിക്കായിട്ടും മറ്റുമായിട്ട് നമ്മൾ ഡിഫൻഡർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും, ഇപ്പൊ നമ്മുടെ കപ്പയ്ക്കും ചേനയ്ക്കും വാഴയ്ക്കും ഒക്കെ നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ, ഈ വളങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ മഴക്കാലമാണ് അല്ലെ. മഴക്കാലത്തിന്റെ പ്രത്യേകത നമുക്കറിയാം, ധാരാളം ജലം നമുക്ക് കിട്ടും, ശുദ്ധമായ ജലം നമുക്ക് കിട്ടും. നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ശുദ്ധീകരണത്തിന്റെ കാലം തന്നെയാണ് അല്ലെ. മഴക്കാലത്താണ് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരുന്നത്, ജലദോഷം, പനി, ഇതൊക്കെ വരും. അപ്പൊ ഇന്നത് ഒരു വ്യവസായവൽക്കരണമായി മാറിയിരിക്കുകയാണ്. രോഗങ്ങളെ വ്യവസായവൽക്കരിച്ചിരിക്കുകയാണ്. വലിയ വലിയ ആശുപത്രികളൊക്കെ ഇവിടെ വന്ന് രോഗങ്ങളെ വ്യവസായവൽക്കരിച്ച് അതിനൊക്കെ ഓരോ പേരൊക്കെ ഇട്ട് മാർക്കറ്റ് ചെയ്ത്, ഏതാണ്ട് മാർക്കറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ രോഗികളാക്കി ഭയപ്പെടുത്തി അവരവരുടെ വില കൂടിയ ആന്റിബയോട്ടിക്കുകളും മറ്റ് കെമിക്കൽ മരുന്നുകളും, പാരസെറ്റമോളും ഡോളയും പോലുള്ള മരുന്നുകളൊക്കെ തിരിച്ച് നമ്മളെ ഓരോ ദിവസം രോഗികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ചുള്ള ഏറെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം മഴക്കാലം എന്ന് പറഞ്ഞാൽ ഒരു പേടിക്കുന്ന കാലമായിട്ട് മാറിയിരിക്കുകയാണ്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. മഴക്കാലം, ഇപ്പം എനിക്കറിയാം, ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മഴക്കാലം എന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷമാണ്. കാരണം മഴയത്ത് നനയുന്നത് തന്നെ ഒരു സന്തോഷമായിരുന്നു. ഇന്നും നമുക്ക് മഴ നനയാൻ പറ്റത്തില്ല. മഴ നനഞ്ഞാൽ അന്നേരം പറയും പനി വരും, ജലദോഷം വരും, അത് പിന്നെ ന്യൂമോണിയ ആവും, അല്ലെങ്കിൽ പിന്നെ കൊറോണ വരും, അല്ലെങ്കിൽ ഇപ്പൊ പുതിയൊരു വൈറസ് ഇറങ്ങിയിട്ടുണ്ട്, ഷിഗല്ല എന്ന്. ഇതൊക്കെ ഓരോരോ പേരുകളാണ്. ഈ പേരുകളെല്ലാം പറഞ്ഞ് നമ്മളെ പറ്റിച്ച്, പേടിപ്പിച്ച്, ഭയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണെന്ന് കേരളത്തിൽ നടക്കുന്നത്. വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ ഇവിടെ വന്ന് വൻതോതിലുള്ള ഫണ്ട് ഇറക്കി, കോടികൾ ഇറക്കി നമ്മളെ മുൻകൂട്ടി തന്നെ അവരെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മളെ എങ്ങനെ രോഗികളാക്കാം, അതിനായിട്ടുള്ള തന്ത്രങ്ങൾ അവർ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മെനഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇപ്പം എന്താ പറയുക, അമേരിക്ക പോലുള്ള വലിയ കോർപ്പറേറ്റുകൾ ഭരിക്കുന്ന രാജ്യങ്ങളിൽ അവിടെയെല്ലാം തിങ്ക് ടാങ്കർമാരുണ്ട്. ഈ തിങ്ക് ടാങ്കർമാർ അവർ ചിന്തിക്കുന്ന അടുത്ത 25 വർഷം കഴിയുമ്പം അമേരിക്കയെ എങ്ങനെ സാമ്പത്തികമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതിനുള്ള തന്ത്രങ്ങൾ അവർ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ തിങ്ക് ടാങ്കർമാരാണ് ഇന്ന് ലോകം ഭരിക്കുന്നത്, കോർപ്പറേറ്റുകൾ. ഒരു രാജ്യവും ഭരിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന മന്ത്രിമാരോ പ്രസിഡന്റുമാരോ ഒന്നുമില്ല. അതിന്റെ എല്ലാം വലിയ വലിയ കോർപ്പറേറ്റുകളുണ്ട്. അവര് നേരത്തെ തന്നെ അവരുടെ ബിസിനസ് സാമ്രാജ്യം മെച്ചപ്പെടുത്താനായിട്ട് എല്ലാ മേഖലകളിലും, ഫാർമ സെക്ടറിലായാലും FMCG സെക്ടറുകളിലായാലും ഓട്ടോമൊബൈൽ സെക്ടറുകളിലായാലും എല്ലാ സെക്ടറുകളിലും തന്നെ അവര് വലിയ വലിയ ഫണ്ടുകൾ ഇറക്കിയിട്ട് മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്ത് ഓരോരോ തന്ത്രങ്ങൾ അവർ മെനഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇരയാകുന്നത് നമ്മളെപ്പോലുള്ള മൂന്നാംകിട ലോകരാജ്യങ്ങളാണ്. കാരണം ഇവിടെ 145 കോടി ജനങ്ങൾ ഈ രാജ്യത്തുണ്ട്. അപ്പൊ ഇവിടെയുള്ള ആൾക്കാരെ അവർ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മളെയെല്ലാം വിലക്കെടുത്ത്, അതിനുവേണ്ടി അവർ ആദ്യം മാധ്യമങ്ങളെ വിലക്കെടുക്കും, അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിലെ വിലക്കെടുക്കും, അതുപോലെ തന്നെ സ്കൂളുകൾ. ഇപ്പൊ നമുക്കറിയാം, സ്കൂളുകളിലൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള സ്കൂളുകളിലൊക്കെ അയൺ ഗുളികകളൊക്കെ ഫ്രീ ആയിട്ടാണ് അവിടെ കൊടുക്കുന്നത്. ഈ അയൺ ഗുളിക സ്ഥിരമായിട്ടൊരു കുട്ടി കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അവന്റെ കിഡ്നി പോകും, കുറച്ച് കഴിയുമ്പോൾ അവന്റെ കരൾ പോകും. അപ്പൊ ഇവൻ പഠിച്ചൊരു ജോലിക്കാരനായി കഴിയുമ്പോൾ തന്നെ ഇവന് ജോലി കിട്ടി കഴിയുമ്പോൾ ഇവന്റെ ശമ്പളം ആദ്യം പോകുന്നത് ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്കായിരിക്കും. പിന്നെ അവനൊരു ഹോസ്പിറ്റലിന് വിധേയനായി അവന്റെ ആരോഗ്യം മുഴുവൻ നശിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കെമിക്കൽ ഗുളികകൾ വളരെ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുകയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് സ്കൂളുകളൊക്കെ, ഞാനത് പറഞ്ഞിട്ടുണ്ട്, കുട്ടികളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. കുട്ടികൾ അത് കഴിച്ചു കഴിയുമ്പോൾ അവർക്ക് ഛർദ്ദി വരുന്നു, പലതരത്തിലുള്ള അസ്വസ്ഥകൾ വരുന്നു. ഒരു കുഴപ്പമില്ലാത്ത പിള്ളേർക്ക് ഫ്രീ ആയിട്ട് അയൺ ഗുളികകൾ കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ കൊടുക്കുന്നതിന്റെ പിന്നിൽ ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ ഇവർ നേരത്തെ മെനഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഈ കോടികൾ ഇവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതൊന്നും തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ല, സ്കൂൾ അധികാരികൾക്ക് അറിയാൻ പറ്റുന്നില്ല, അവർക്ക് ഇതിനെപ്പറ്റിയുള്ള ബോധവൽക്കരണങ്ങളൊന്നുമില്ല, മാധ്യമങ്ങൾക്കകത്ത് ഇതൊന്നും വരത്തില്ല. കാരണം അവരെല്ലാം നേരത്തെ വിലക്കെടുത്തിരിക്കുകയാണ്. ഇങ്ങനെ വളരെ തന്ത്രപരമായിട്ട് നമ്മളെ രോഗികളാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തില് നാം എങ്ങനെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ള ഒരു ആശങ്ക നമ്മളെ, ഇതിനെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് പലപ്പോഴും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആശങ്കകൾക്കെല്ലാം ഒരു പരിഹാരം നമ്മുടെ പ്രൊഡക്റ്റുകൾക്കകത്തുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രൊഡക്റ്റുകളെല്ലാം, പ്രത്യേകിച്ച് നമ്മുടെ സപ്ലിമെന്റ്സ് എല്ലാം നല്ല പ്യൂർ ആയിട്ടുള്ള തന്നെ ഉത്പാദിപ്പിക്കുന്നവയാണ്. ഇതെല്ലാം പ്രചരിപ്പിക്കേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണ്. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ പോലെ തന്നെ ആരോഗ്യമുള്ള സമൂഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കും ആരോഗ്യമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരു രോഗികളും ദുഃഖിക്കുന്നവരും വിലപിക്കുന്നവരും സാമ്പത്തികമായിട്ട് അസ്വസ്ഥരുള്ളവരും ആണെങ്കിൽ
നമുക്കവിടെ നമ്മുടെ മാത്രം ജീവിതം ധന്യമായതുകൊണ്ട് നമുക്കിവിടെ ആരോഗ്യത്തോടെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കണമെങ്കിൽ അവർക്ക് ആരോഗ്യം വേണം, അവർക്ക് സമ്പത്ത് വേണം. എങ്കിൽ മാത്രമേ നമ്മൾ ഈ ഉൽപ്പന്നമായിട്ടോടെ ചെല്ലുമ്പോൾ അവർക്കത് സ്വീകരിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഈ ഒരു ബോധവൽക്കരണവും കൂടി നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിലും നമ്മുടെ ഹോം മീറ്റിങ്ങുകളും ഒക്കെ നമ്മളത് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടിരിക്കുകയാണ്. കാരണം ഇത് പറഞ്ഞു കൊടുക്കേണ്ട അധികാര സ്ഥാപനങ്ങൾ ഒരിക്കലും ഇതൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. മാധ്യമങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, രാഷ്ട്രീയ നേതൃത്വം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം അവർക്കെല്ലാം നേരത്തെ തന്നെ പണം കൊടുത്തിരിക്കുകയാണ്, പണം പറ്റി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അവർ അതിന്റെ ദാസന്മാരായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അതൊന്നും പറയേണ്ട ആൾക്കാർ പറയാതിരിക്കുന്ന ഒരു സമൂഹത്തില് ഇതിനെയൊക്കെ പ്രചരിപ്പിക്കേണ്ടതും ഇതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കേണ്ടതും ഉൽപ്പന്നങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ച് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടതും നമ്മുടെ കടമയാണ്. അതൊരു സാമൂഹ്യ നന്മയാണ്. അപ്പൊ RCM എന്ന് പറയുന്നത് ഒരു ബിസിനസ് മാത്രമല്ല, ഇത് തികച്ചും ഒരു സാമൂഹ്യ നന്മയാണ്. അത് നമ്മൾ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കി നമ്മൾ പരസ്പരം സഹകരണത്തോടുകൂടി, അതിനകത്ത് കോമ്പറ്റീഷൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓരോ ഉൽപ്പന്നങ്ങളെ കുറിച്ചും പറയുമ്പോഴും അത് സമൂഹത്തിലേക്ക് അതെങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളത്. പക്ഷേ ആൾക്കാർ ഒരു സംശയത്തോടെയൊക്കെ നോക്കി കണ്ടാക്കാം, ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ ശരിയായ രീതിയിൽ പറയാനുള്ള അറിവ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ അതിനെപ്പറ്റി പ്രചരിപ്പിക്കുവാനും അത് കേൾക്കുന്നവർക്ക് ശരിയായ രീതിയിൽ അത് മനസ്സിലാക്കി എടുക്കുവാനും സാധിക്കത്തുള്ളൂ എന്നുള്ള കാര്യം നാം പ്രത്യേകം ഓർത്തിരിക്കണം. അപ്പൊ നമ്മുടെ ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം തന്നെ ശരിയായ രീതിയിലുള്ള ചിന്തകൾ, മനസ്സിന്റെ ഒരു തെളിമ നമുക്കുണ്ടാവണം. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ വേദങ്ങളും പുരാണങ്ങളും ഒക്കെ പഠിക്കുമ്പോൾ അതിനകത്തറിയാം ആഹാരത്തിൽ നിന്നാണ് മനസ്സുണ്ടാകുന്നതാണ് പറയുന്നത്. അല്ലെ, ആഹാരം തന്നെയാണ് മനസ്സായിട്ട് മാറുന്നത്. നമ്മൾ എന്താണോ കഴിക്കുന്നത് അത് നമ്മുടെ മനസ്സായിട്ട് മാറും. അപ്പൊ മനുഷ്യൻ കഴിക്കേണ്ടത് സസ്യാഹാരമാണ്. മനുഷ്യന്റെ ഘടന എങ്ങനെയാണ്? അപ്പൊ അതെങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഘടന കൊണ്ട് തന്നെ അത് തിരിച്ചറിയാം. നമ്മുടെ പല്ലുകള്, അതുപോലെ തന്നെ നമ്മുടെ ഉമിനീരിന്റെ രസം, കുടലിന്റെ ഘടന, ഇതെല്ലാം നോക്കി നമുക്കറിയാം. ഇപ്പൊ സസ്യാഹാരം കഴിക്കുന്ന ജീവികളുടെ പല്ലുകൾ പരന്നതായിരിക്കും, അല്ലെ. മാംസാഹാരം കഴിക്കുന്ന ജീവികളുടെ പല്ലുകള് കൂർത്തതായിരിക്കും, വനയുള്ളതായിരിക്കും. അവരുടെ ഉമിനീരിന്, സസ്യാഹാരം കഴിക്കുന്ന ജീവികളുടെ ഉമിനീര് ആൽക്ലൈൻ ആയിരിക്കും. മാംസാഹാരം കഴിക്കുന്ന ജീവികളുടെ ഉമിനീര് അസിഡിക് ആയിരിക്കും. സസ്യാഹാരം കഴിക്കുന്ന ജീവികളുടെ കുടലിന് നീളം കൂടുതലായിരിക്കും. നമുക്കറിയാം, നമ്മുടെ കുടലിന്റെ നീളം തന്നെ 7 മീറ്ററോളം മിച്ചം വരും. അതുപോലെ തന്നെ മാംസാഹാരം കഴിക്കുന്ന ജീവികളുടെ കുടലിന് നീളം കുറവായിരിക്കും, അല്ലെ. സസ്യാഹാരം കഴിക്കുന്ന ജീവികൾ പൊതുവെ തന്നെ നിവർന്നു നടക്കുന്നവരാണ്, അല്ലെ. അപ്പൊ നമുക്കറിയാം, നായ നടക്കുന്നതും അല്ലെങ്കിൽ മനുഷ്യൻ നടക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ കുരങ്ങ് നടക്കുന്നതും മനുഷ്യന് ഏറ്റവും സാമ്യമുള്ള ജീവി എന്ന് പറയുന്നത് കുരങ്ങാണ്. അപ്പൊ ഈ ജീവികളൊക്കെ നടക്കുന്നതും അവർ പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ അത് പശുവിലൊക്കെ വ്യത്യാസമുണ്ട്. പശുവൊക്കെ നാൽക്കാലയിലാണ് നടക്കുന്നത്. അപ്പൊ നിവർന്ന് നടക്കാനുള്ള ശേഷി എപ്പോഴും സസ്യാഹാരികൾക്കാണുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ആ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ജീവികളുടെ ആഹാര രീതി ഏതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ് കൂടുതൽ അതിനകത്ത് ശരിയായിട്ടുള്ളത്. അതായത് നമ്മുടെ ഉമിനീരിന്റെ രസം, പല്ലിന്റെ ഘടന, കുടലിന്റെ നീളം, ഇതെല്ലാം സസ്യാഹാരികൾക്ക് വ്യത്യാസമായിരിക്കും, മാംസാഹാരികൾക്ക് നേരെ തിരിച്ചുമായിരിക്കും. അപ്പൊ പലപ്പോഴും നമ്മൾ രുചിക്ക് വേണ്ടി, കൊതിക്ക് വേണ്ടി ആഹാരത്തെ തെറ്റിച്ച് ഉപയോഗിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. അപ്പൊ അതിന്റെയൊക്കെ ഒരു പരിഹാരം നമുക്ക് ആവശ്യങ്ങളുണ്ട്, അല്ലെ. അപ്പൊ നമുക്ക് വെജിബേറ്റ് ആയാലെങ്കിലും പ്രോട്ടീൻസ് ആയാലും ഒക്കെ മാംസാഹാരം കഴിക്കണമെന്ന് താല്പര്യമുള്ള പ്രോട്ടീന്റെ അളവിനെ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഗ്ലൈസിൻ പ്രോഡക്റ്റ്, അല്ലെ, പ്രോഡക്റ്റുകൾ, അതെല്ലാം നമുക്ക് പ്രോട്ടീന്റെ അളവിനെ കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. നമ്മൾ ഇത് ആദ്യം മനസ്സിലാക്കിയിരിക്കണം, ആഹാരത്തിൽ നിന്നാണ് മനസ്സുണ്ടാകുന്നത്. ഇപ്പൊ നമുക്കറിയാം, എന്ന് പറയുമ്പം പലർക്കും ഒരു സംശയം തോന്നി, എങ്ങനെയാണ് ആഹാരം മനസ്സാകുന്നത്, അല്ലെ. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു മദ്യം കഴിക്കുന്ന ഒരാള് അല്ലെങ്കിൽ തേൻ കഴിക്കുന്ന ഒരാള്, ഈ രണ്ടുപേരുടെയും മാനസികാവസ്ഥയ്ക്ക് വ്യത്യാസം കാണും, അല്ലെ. മദ്യം പതിവായിട്ട് കഴിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ മദ്യം കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് മാറുന്നതായിട്ട് നമുക്ക് കാണാം, അല്ലെ. നമ്മുടെ വാക്കുകൾ മാറുന്നു, നമ്മുടെ ശരീരഭാഷ മാറുന്നു ഒക്കെ ചെയ്യുന്നു. അതേസമയം തേൻ ഒരാൾ കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാൽ കുടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല ശുദ്ധജലം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള മനോഭാവങ്ങൾക്കൊന്നും മാറ്റം വരുന്നില്ല. അപ്പം ആ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന്, പ്രത്യേകിച്ച് നമുക്കറിയാം, മാംസാഹാരം കഴിക്കുന്ന ജീവികൾ ക്രൗര്യം കൂടുതലുള്ളവരായിരിക്കും. സസ്യാഹാരം കഴിക്കുന്ന ജീവികൾക്ക് പൊതുവെ ഒരു ശാന്തരായിരിക്കും. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ആളുകളെ വേണേൽ രണ്ടായിട്ട് തിരിക്കാം, സസ്യാഹാരികളും മാംസാഹാരികളും, അല്ലെ. വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും. ഇപ്പൊ വെജിറ്റേറിയൻസ് പൊതുവെ സ്വാത്വിക ഭാവത്തിലുള്ളവരായിരിക്കും, അല്ലെ. മാംസാഹാരികൾ പൊതുവെ രജോ ഗുണ തമോ ഗുണം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആലസ്യത്തിലേക്കും ഉറക്കത്തിലേക്കും ഒക്കെ, അല്ലെങ്കിൽ മടിയിലേക്കും, അതുപോലെ തന്നെ പലതരത്തിലുള്ള ദുർചിന്തകളിലേക്കും ഒക്കെ, ശരീരത്തിന്റെ ബലഹീനതകളിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഒക്കെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളിലേക്ക് നമ്മൾ പോകുന്നതായിട്ടാണ്. ഒരാൾ ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ, ഒരാൾ ഒരു മോശം കാര്യത്തിൽ ഒരാൾ വ്യാപരിക്കുമ്പോൾ
നമുക്ക് അയാളുടെ ഭക്ഷണത്തിൽ നിന്ന് അയാളെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇപ്പം ചില പോലീസ് ഓഫീസേഴ്സോടൊക്കെ ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടുള്ള അവർ പറയാറുണ്ട്, ഇപ്പം ഈ ബ്രാഹ്മണരായിട്ടുള്ള ആൾക്കാർ ബ്രാഹ്മിൻസിനെ ഒന്നും ഒരു കേസിൽ അവർ പിടിക്കുന്നില്ല. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നാലും അവരെ അങ്ങനെ അധികം കാണാനൊന്നുമില്ല. പക്ഷെ ഇപ്പം വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പൊ അവരൊക്കെ അത് കഴിക്കുന്നതുകൊണ്ട് വ്യത്യാസം വന്നിട്ടുണ്ട്. മുൻകാലങ്ങളിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. കാരണം അവരുടെ ഭക്ഷണ രീതിയുടെ വ്യത്യാസമാണ്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരം തന്നെയാണ് നമ്മുടെ മനസ്സായിട്ട് മാറുന്നത്. നല്ല ആഹാരം കഴിക്കുമ്പോൾ നല്ല മനസ്സുണ്ടാകുന്നു. നല്ല മനസ്സിൽ നിന്നാണ് നമുക്ക് നല്ല ചിന്തകൾ വരുന്നത്. നല്ല ചിന്തകളിൽ നിന്നാണ് നമുക്ക് നല്ല പ്രവൃത്തികൾ വരുന്നത്. നല്ല പ്രവൃത്തികൾ വഴി പ്രവൃത്തിയാണ് പിന്നെ നമ്മുടെ ഒരു നല്ല ശീലമായിട്ട് മാറുന്നത്. അങ്ങനെയാണ് നമ്മളൊരു നല്ല മനുഷ്യനായിട്ട് മാറുന്നത്. അപ്പൊ അതിനുള്ള ഒരു സംവിധാനം നമ്മുടെ ഈ പ്രവർത്തനത്തിലെല്ലാം തന്നെ അടങ്ങിയിരിക്കുന്നുണ്ട്. അതിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോഴാണ് നമുക്കൊരു നല്ല മനുഷ്യനായിട്ട് മാറുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ പ്രവർത്തിക്കാനുള്ള ഒരു അറിവ്, തിരിച്ചറിവ് ഒക്കെ നമുക്ക് ഉണ്ടാവുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും പ്രത്യേകിച്ച് പുതിയ തലമുറകളെ നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് കേവലം ഒരു ബിസിനസ് എന്നതിലുപരി ആർസിഎമ്മിന്റെ ഒരു സമഗ്രമായ നന്മയെ നമുക്ക് സമൂഹത്തിന് കൊടുക്കുവാനും അതിലൂടെ നമുക്ക് ഒരു നല്ല ജീവിതം നയിച്ച് ഈ ലോകത്തിൽ നിന്ന് മടങ്ങിപ്പോകാനും സാധിക്കത്തുള്ളൂ. അപ്പൊ അത് വലിയൊരു അവസരമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പം ശരിയായ ആഹാരം, നല്ല മനസ്സ്. ഇപ്പം കാലങ്ങൾക്കനുസരിച്ച് ഭക്ഷണം കഴിക്കുന്നത് തന്നെ നമ്മുടെ പ്രകൃതി അറിഞ്ഞാണ് നമ്മൾ പലപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. നമ്മുടെ പ്രകൃതി, ഇപ്പൊ നമ്മുടെ പ്രകൃതി എന്ന നേരത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരീരത്തെ ആയുർവേദത്തിന്റെ കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ശരീര പ്രകൃതിയിൽ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ? വാദപ്രകൃതി, പിത്തപ്രകൃതി, കഫപ്രകൃതി. നേരത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതിന്റെ വീണ്ടും കോമ്പിനേഷൻ വരും അല്ലെ? വാദവിത്തം വരും, പിത്ത കഫം വരും, വാദകഫം വരും. ഇങ്ങനെ കോമ്പിനേഷനുകൾ പിന്നെ വീണ്ടും വരും. അങ്ങനെ ഏതാണ്ട് 6 തരത്തിലുള്ള പ്രകൃതികൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പൊ ഋതുക്കൾ മാറുന്നതനുസരിച്ച് ആഹാരത്തിലുള്ള വ്യത്യാസം നമുക്ക് വരും. അതിനുള്ള ആഹാര സംവിധാനവും നമ്മുടെ പ്രൊഡക്റ്റുകൾ അന്വേഷിച്ച് കഴിയുമ്പോൾ അതിനകത്തുണ്ട്. അത് മനസ്സിലാക്കാനായിട്ട് നമുക്കിത് പറ്റും. അത് നമ്മളത് പഠിച്ച് മനസ്സിലാക്കുമ്പോഴാണ് കൂടുതൽ നമുക്ക് അത് അറിയാൻ പറ്റുന്നത്. ഇപ്പം മഴക്കാലത്ത് നമുക്കറിയാം. ഇപ്പം മഴക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ആൾക്കാർക്കെല്ലാം വേദനകള്, പനി ഇതെല്ലാം വരുന്ന ഒരു സമയമാണ്. ഇപ്പം വാതരോഗികൾക്കൊക്കെ ആണെങ്കിൽ മുട്ടുവേദന, കാലുവേദന, എളിക്ക് വേദന ഇതൊക്കെ വരും. അതേസമയം കഫപ്രകൃതി ഉള്ളവർക്കാണെങ്കിൽ ജലദോഷം, പനി, തുമ്മല്, അതുപോലെ തന്നെ പലതരത്തിലുള്ള ശ്വാസം മുട്ടലുകൾ ഇതെല്ലാം വരുന്ന ഒരു സമയമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ സമയത്ത് നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. അപ്പം എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് മഴക്കാലത്ത് കൂടുതൽ ജലദോഷം, പനി ഇതെല്ലാം വരുന്ന ഒരാളാണ് കൂടെ. പക്ഷെ എനിക്ക് ഇപ്പൊ ഈ ഇന്നലെ തന്നെ എനിക്ക് ജലദോഷത്തിന്റെ ഒരു ഇതുണ്ടായിരുന്നു. ജലദോഷം, അതുപോലെ തന്നെ തുമ്മൽ, ഇതെല്ലാം ഇന്നലെ ശക്തമായി അനുഭവപ്പെട്ടായിരുന്നു. അപ്പൊ സാറുമായിട്ട് ക്ലാസ് എടുക്കണമെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ എടുക്കാൻ പറ്റുമെന്ന് സംശയം ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ സമ്മതിച്ചു. ഞാൻ ചെറിയൊരു കാര്യം ചെയ്തുള്ളൂ. ഞാൻ പഞ്ചതുളസി ഉപയോഗിച്ചു. അതുപോലെ തന്നെ ന്യൂട്രിചാർജ് കിഡ്സ്, അതുപോലെ തന്നെ ന്യൂട്രിചാർജ് S5 ഇത് രണ്ടും കഴിച്ചു. പിന്നെ വൈകിട്ട് കിടക്കാൻ നേരത്ത് ഭക്ഷണമൊന്നും കഴിച്ചില്ല. നാരങ്ങ വെള്ളത്തിനകത്ത് ഗുഡ്സ് ചേർത്ത് കഴിച്ചു. ഇത്രയും കഴിച്ചു നേരം വെളുത്തപ്പോൾ ഓക്കെ ആയി. എന്നിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ തുമ്മല് ഇതിനൊക്കെ ശമനം വന്നു. അപ്പൊ നമുക്ക് നമ്മുടെ കഫത്തെ കൂട്ടുന്ന അല്ലെങ്കിൽ കഫം കൂടി വരുന്നൊരു സമയമാണത്. പ്രത്യേകിച്ച് നമുക്ക് കഫം എന്ന് പറയുന്നത് തന്നെ പഞ്ചഭൂതങ്ങളിൽ മണ്ണും വെള്ളവുമായി ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പൊ വെള്ളത്തിന്റെ അളവ് കൂടിക്കഴിയുമ്പോൾ പ്രകൃതിയുടെ സ്വാഭാവികമായിട്ട് തണുപ്പും വെള്ളവും കൂടിക്കഴിയുമ്പോൾ കഫം പ്രകൃതി ഉള്ളവർക്ക് കഫം കൂടുന്നതായിട്ട് നമുക്ക് കാണാം. കഫം കൂടിക്കഴിയുമ്പോഴാണ് നമുക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങള്, അതുപോലെ തന്നെ പനി വരുന്നത്, ജലദോഷം വരുന്നത് ഒക്കെ വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഒഴിവാക്കേണ്ട ചില ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്. പ്രത്യേകിച്ച് എണ്ണയിൽ വറുത്ത ആഹാര സാധനങ്ങൾ, പ്രത്യേകിച്ച് പുറത്തുനിന്ന് വരുന്ന എണ്ണയിൽ വറുത്ത ആഹാര സാധനങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. കഫപ്രകൃതി ഉള്ളവര്, അതുപോലെ തന്നെ വാതപ്രകൃതി ഉള്ളവരും കുറയ്ക്കുന്നത് നല്ലതാണ്. അപ്പൊ അതിനെപ്പറ്റി പിന്നെ പറയാം. അപ്പൊ കഫം നമുക്ക് മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് കഫത്തിന്റെ ആധിക്യം വന്നു കഴിയുമ്പോഴാണ് ശ്വാസം മുട്ടൽ വരുന്നത്. അതുപോലെ തന്നെ തൊണ്ടയടപ്പ് നമുക്ക് വരും, തുമ്മല് വരും, അതുപോലെ തന്നെ ജലദോഷം വരും. അതോടനുബന്ധിച്ച് നമുക്ക് പനിയും വരാം. അപ്പൊ നമുക്കറിയാം ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഇന്ന് ആശുപത്രികൾ മാർക്കറ്റ് ചെയ്യുന്ന ഒന്നാണ് പനി എന്ന് പറയുന്നത്. പലതരത്തിലുള്ള പേരുകൾ അതിനുണ്ട് അല്ലെ? കൊറോണ കാലം പോലും നമ്മൾ കേൾക്കുന്ന, അതിന് മുമ്പ് തന്നെ ഉണ്ട്. ഇപ്പൊ തന്നെ ഷിഗല്ല വാക്സിൻ അല്ലെ? ഷിഗല്ല എന്ന് പറഞ്ഞ വാക്സിൻ അല്ല, ഷിഗല്ല എന്ന് പറഞ്ഞൊരു വൈറസിനെ അവരെ ഇറക്കി വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിപ്പ വൈറസ്, ഇങ്ങനെയുള്ള പല പേരുകൾ ഇത് വരും. അപ്പൊ ഇതെല്ലാം ഇവരെ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ പനി എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. ഈ പനി വരാനുള്ള കാരണം എന്ന് പറയുന്നത് പലപ്പോഴും
നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ആഹാര സാധനങ്ങൾ, അതുപോലെ തന്നെ വേവിച്ച ആഹാര സാധനം വീണ്ടും നമ്മൾ ചൂടാക്കി കഴിക്കും. അതൊരു വേവിച്ച സാധനങ്ങൾ, ഇപ്പം നമ്മൾ രാവിലെ ചോറുണ്ടാക്കി അല്ലെങ്കിൽ കറി ഉണ്ടാക്കി ഇതെല്ലാം കൂടെ ഫ്രിഡ്ജിലോട്ട് കൊണ്ട് തള്ളി വെക്കും. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇതെടുത്ത് ഒന്നും കൂടെ ചൂടാക്കും. കഴിക്കരുതാത്ത സാധനമാണ് അത്, ഏറ്റവും പോയിസൺ ആണ്. വേവിച്ച ആഹാരം വീണ്ടും ചൂടാക്കി കഴിക്കുന്നത് നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമേ ഉണ്ടാകത്തുള്ളൂ. അത് തികച്ചും വേസ്റ്റ് ആണ്. ആ സാധനമാണ് നമ്മൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്കെല്ലാം കൊടുക്കും. രാവിലെ കുട്ടി സ്കൂളിൽ പോയി ഉച്ച കഴിഞ്ഞ് വീട്ടിൽ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുന്ന ഈ വളിച്ചതും പുളിച്ചതും അല്ലെങ്കിൽ ഈ വേവിച്ച് വെച്ച ആഹാര ശവങ്ങളെല്ലാം കൂടെ കൂടി നമ്മൾ ഒന്നും കൂടെ വേവിക്കും, അല്ലെങ്കിൽ കുക്കറിനകത്ത് വെച്ചോ അല്ലെങ്കിൽ ഓവനകത്ത് വെച്ചോ ഒക്കെ വേവിച്ച് കൊച്ചുങ്ങൾക്ക് കൊടുക്കും. എന്തെങ്കിലും ടേസ്റ്റ് ഉള്ളതുകൊണ്ട് പിള്ളേർ അതെല്ലാം കൊണ്ട് കഴിക്കും. 2 ദിവസം കഴിയുമ്പോൾ അവർക്ക് ജലദോഷം വരും, അല്ലെങ്കിൽ പനി വരും, പിന്നെ അത് ഭയങ്കര കഫക്കെട്ടാവും, ശ്വാസം മുട്ടലാവും, പിന്നെ ചിലപ്പോൾ ന്യൂമോണിയ ആവും. ഉടനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഓടിച്ചെല്ലും. അവർ നോക്കിയിരിക്കുക നമ്മൾ അവരെ കിട്ടാനായിട്ട്. അപ്പൊ അവരതിനൊരു പേരിടും, ഷിഗല്ല, നിപ്പ, കൊറോണ, ഇങ്ങനെയുള്ള ഓരോ പേരുകളൊക്കെ ഇട്ട് അതിനെ ചികിത്സിച്ച് കൂടുതൽ ആന്റിബയോട്ടിക് ഒക്കെ തന്ന് നമ്മളെ മഹാരോഗികളാക്കി അവര് നമ്മളിൽ നിന്ന് മിനിമം ഒരു 40,000 രൂപ കയ്യിൽ അവര് സ്വന്തമാക്കും. അപ്പൊ അങ്ങനെയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ അയൽപക്കത്തൊക്കെ നടന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. മഴക്കാലത്ത് നമ്മൾ കഴിവതും തണുത്ത ആഹാര സാധനം കഴിക്കരുത്. നമ്മൾ ചൂടുള്ള ആഹാര സാധനം, ചെറു ചൂടിൽ, വലിയ ചൂടിലല്ല, ചെറിയ ചൂടിലുള്ള ആഹാര സാധനങ്ങൾ കഴിക്കുക. ആഹാരങ്ങൾ വേവിച്ച് 2 മണിക്കൂർ കഴിഞ്ഞാൽ ഒരു ആഹാര സാധനം കഴിക്കരുത്. 2 മണിക്കൂർ വേവിച്ച ആഹാരം 2 മണിക്കൂർ കഴിഞ്ഞാൽ കഴിക്കരുത്. അതുപോലെ പുതിയ പച്ചക്കറികൾ, അതുപോലെ തന്നെ ഇലക്കറികൾ, ഇതൊക്കെ ധാരാളം കഴിക്കേണ്ട ഒരു സമയമാണ് മഴക്കാലം. അതിനകത്ത് മുരിങ്ങയില നമുക്ക് ഒഴിവാക്കാം. കർക്കിടക മാസത്തിലെ മുരിങ്ങയില മാത്രം നമുക്ക് ഒഴിവാക്കാം. നമ്മുടെ ചുറ്റുപാടുമുള്ള പച്ചക്കറികൾ, നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന പച്ചക്കറികളാണ് ഏറ്റവും നല്ലത്. ഇനി അതല്ല എങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ വെള്ളത്തിലിട്ട് നമുക്ക് അതിനെ വൃത്തിയാക്കിയ ശേഷം ഉപയോഗിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഏതൊക്കെ പ്രൊഡക്റ്റുകൾ നമ്മുടേതായിട്ട് നമുക്ക് ഉപയോഗിക്കാമെന്ന് നോക്കാം. അപ്പം കുട്ടികൾക്ക് നമ്മൾ ഏറ്റവും എസെൻഷ്യൽ ആയിട്ട് കൊടുക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ് ന്യൂട്രിചാർജ് കിഡ്സ് എന്ന് പറയുന്നത്. ന്യൂട്രിചാർജ് കിഡ്സ് നമ്മുടെ കുട്ടികൾ ചോക്കോ ഫ്ലേവറും ഉണ്ട്, മാംഗോ ഫ്ലേവറും ഉണ്ട്. ഈ മഴക്കാലത്ത് നമ്മൾ നിർബന്ധമായിട്ടും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ന്യൂട്രിചാർജ് കിഡ്സ്. അപ്പൊ ഏതോടെ 39ഓളം പച്ചമരുന്നുകൾ, ആയുർവേദ ചേരുവകൾ കൊണ്ട് നിർമ്മിച്ചെടുത്ത ഒരു പ്രൊഡക്റ്റാണ് ന്യൂട്രിചാർജ് കിഡ്സ്. ഇപ്പൊ ഞാൻ സ്ഥിരമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട് മഴക്കാലത്ത്. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും രാവിലെ ഞാൻ ഒരു ഗ്ലാസ് ന്യൂട്രിചാർജ് കിഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഗെയിനറൂടെ ചേർക്കും. അല്പം അത് എന്റെ ആരോഗ്യമായ ഇതാണ്, ഞാൻ കോമ്പിനേഷൻ ഉണ്ടാക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പൊ ന്യൂട്രിചാർജ് കിഡ്സ് നമുക്ക് കഴിക്കാം. ഇനി ജലദോഷത്തിന്റെയോ പനിയുടെയോ ഒക്കെ ലാഞ്ചന തോന്നുവാണെങ്കിൽ, ചെറിയ ലക്ഷണം തോന്നുവാണെങ്കിൽ നമുക്ക് S5 ഭക്ഷണത്തിന് ശേഷം ഒരെണ്ണം കഴിക്കാവുന്നതാണ്. അപ്പൊ ഇത് നമുക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. യാതൊരു സൈഡ് എഫക്റ്റുകളും ഇല്ല. കാരണം S5 നമുക്കറിയാം പ്രകൃതിദത്ത ചേരുവയാണ്, അല്ലെ? നമ്മുടെ പുരാതന ആരോഗ്യത്തിന്റെ, നമ്മുടെ പൗരാണിക ജ്ഞാനത്തിന്റെ ഒരു ആരോഗ്യ ചേരുവതയാണ് S5 നടന്നത്. പച്ച കളറിലാണത് അത് വരുന്നത്. അപ്പൊ അത് അതിനകത്ത് പ്രധാനമായിട്ടും 5 ചേരുവകൾ S5 അല്ലെ? കരിഞ്ചീരകമുണ്ട്, പിന്നെ ഉള്ളത് 3 തരം തുളസി അതിനകത്തുണ്ട്, അതുപോലെ വേപ്പുണ്ട്, കറ്റാർവാഴയുണ്ട്, പുതിനയുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ സമയത്ത്, ഈ മഴക്കാലത്ത് നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പലതരത്തിലുള്ള അസ്വസ്ഥതകൾക്ക് ഏറ്റവും ഉത്തമമായിട്ട് നമ്മൾ നിർബന്ധമായി നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ഒരു ന്യൂട്രിചാർജ് ആണ് ന്യൂട്രിചാർജ് S5. അപ്പൊ അതിനകത്ത് കരിഞ്ജീരകം, ബ്ലാക്ക് സീഡ് എന്ന് പറയും, കരിഞ്ജീരകം. ഇപ്പൊ ശ്വസന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും അതുപോലെ രോഗപ്രതിരോധ ശേഷിക്കും ഉത്തമമായിട്ടുള്ള ഒന്നാണ് കരിഞ്ജീരകം എന്ന് പറയുന്നത്. ഇപ്പൊ പൗരാണിക കാലം മുതൽ തന്നെ പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് നമ്മുടെ പൂർവികർ ഉപയോഗിച്ചു പോന്നിരുന്ന ഒന്നാണ് കരിഞ്ജീരകം, അല്ലെ? മരണ ഒഴിവികൾ എല്ലാ രോഗങ്ങൾക്കും നല്ലതാണെന്ന് പറയുന്നത്. അത്രയ്ക്ക് നല്ലൊരു സാധനമാണ് കരിഞ്ജീരകം എന്ന് പറയുന്നത്. അത് ഈ S5 അടങ്ങിയിട്ടുണ്ട്. പിന്നെ 3 തരം തുളസിയുണ്ട്, അല്ലെ? ശ്യാമ തുളസി, കൃഷ്ണ തുളസി, വന തുളസി, അങ്ങനെ 3 തരം തുളസികളുടെ സത്ത് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ തുളസി നമുക്കറിയാം ശരീരത്തിലെ വിഷാംശത്തെ ഇല്ലാതാക്കുന്നവയാണ് തുളസി. ഇപ്പൊ നമ്മുടെ വീടിന്റെയൊക്കെ ചുറ്റുപാടുകളിൽ നമുക്ക് വെച്ചുപിടിപ്പിക്കാവുന്ന ഒരു ചെടി കൂടിയാണ് തുളസി. അപ്പൊ നിർബന്ധമായിട്ട് നമ്മളൊക്കെ വീടുകളിലൊക്കെ ഉണ്ടായിരിക്കണം, അല്ലേ? ഇപ്പൊ ബ്രാഹ്മണരൊക്കെ അവരുടെ തുളസി തറ തന്നെ ഓർക്കണം, തുളസി അവർ പൂജിക്കുന്നതായിട്ട് നോക്കാം. തുളസി, കൂവളം മുതലായ സസ്യങ്ങളൊക്കെ അവർ പൂജിക്കുന്നതായിട്ട് കാണാം. ഇപ്പൊ 3 തരം തുളസികൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് S5. ശരീരത്തിലെ വിഷാംശത്തെ മുഴുവൻ പുറന്തള്ളുന്നതാണ്. പിന്നെ ഇതിന് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള കഴിവും തുളസിക്കുണ്ട്. അതുപോലെ വേപ്പ്, അരിവേപ്പ് ഈ S5 അടങ്ങിയിട്ടുണ്ട്. അത് രക്തശുദ്ധിയാണ്, രക്തത്തെ ശുദ്ധീകരിക്കും. പലപ്പോഴും നമുക്കറിയാം നമുക്ക് പല രോഗങ്ങളും വരുന്നതിന്റെ ഒരു പ്രധാന കാരണം നമ്മുടെ രക്തം അശുദ്ധമാകുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് രക്തം അശുദ്ധമാകുന്നത്? രക്തം അശുദ്ധമാകുന്നതിനുള്ള ഒരു പ്രധാന കാരണം ആഹാര സാധനത്തിലെ വിഷം മാത്രമല്ല. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ വേവിച്ച ആഹാരം വീണ്ടും ചൂടാക്കി കഴിക്കും, അത് രക്തം അശുദ്ധമാകുന്നതിന് കാരണമാകും. പഴകിയ ആഹാര സാധനങ്ങൾ കഴിക്കുക, അച്ചാറുകൾ,
തലേദിവസം പാചകം ചെയ്ത് വെച്ച് ചൂടാക്കി കഴിക്കുന്നത്, അതുപോലെ തന്നെ അമിതമായിട്ട് മസാല ചേർക്കുന്നത്, ഇതെല്ലാം രക്തത്തെ അശുദ്ധമാക്കുന്നതാണ്. അതുപോലെ തന്നെ അമിതമായിട്ട് ചായ കാപ്പി കുടിക്കുന്നത്, അളവിൽ കവിഞ്ഞ ചായ, ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നവരല്ല, ചിലർ 2, 3, 4 ഗ്ലാസ് ചായ കുടിക്കും ഒരു ദിവസം. അതുപോലെ തന്നെ കാപ്പി ആണെങ്കിൽ അമിതമായിട്ട് കുടിക്കുക, പഞ്ചസാരയുടെ അമിതമായിട്ടും ഉപയോഗം, അതുപോലെ തന്നെ കൃത്രിമമായ ഭക്ഷണ സാധനങ്ങൾ, ബേക്കറി സാധനങ്ങൾ, ഇതെല്ലാം നമ്മുടെ രക്തത്തെ അശുദ്ധമാക്കുന്നവയാണ്. ഇപ്പൊ രക്തശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ രക്തത്തെ അശുദ്ധമാക്കുന്ന ഇത്തരം പദാർത്ഥങ്ങൾ നമ്മൾ ആദ്യം ഉപേക്ഷിക്കുക. അതോടൊപ്പം ഇതോടെ ചേർക്കുമ്പോൾ അതിൻ്റെതായ വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ വയറ്റിൽ നിന്ന് പോകാതെ വരുന്നത്, പലർക്കും മലബന്ധമുണ്ട്, കോൺസ്റ്റിപ്പേഷൻ, നമ്മളാരും പുറത്ത് പറയത്തില്ല, അതിങ്ങനെ ഉള്ളിൽ വെച്ചോണ്ടിരിക്കും. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അപ്പം അതിന് നമുക്ക് പരിഹാരം ആർസിമിലുണ്ട്. നമുക്കറിയാം, ഉദരസഭ വൈകിട്ട് കിടക്കാൻ നേരത്ത് 2 സ്പൂൺ കഴിച്ചാൽ വയറ് നല്ലതായിട്ട് ശുദ്ധിയാവും. അപ്പോൾ വയറ്റിൽ നിന്ന് പോകുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഉറക്കം, ശരിയായ രീതിയിലുള്ള ഉറക്കമില്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ, ഒരുപാട് മാനസിക പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉറക്കമില്ലായ്മയ്ക്ക് കാരണമാകും. ആധുനിക തലമുറ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഉറക്കമില്ലായ്മ. അതിനുള്ള പ്രധാന കാരണം മൊബൈൽ ഫോണിന്റെ അമിതമായിട്ടുള്ള ഉപയോഗമാണ്. ലാപ്ടോപ്പിന്റെയും കമ്പ്യൂട്ടറിന്റെയും ഒക്കെ അമിതമായിട്ടുള്ള ഉപയോഗമാണ് ഉറക്കം. ശരിയായ ഉറക്കം എന്ന് പറയുന്നത് നമുക്കറിയാം, രാത്രി 10 മണി ആകുമ്പോൾ നമ്മൾ കിടന്നിരിക്കണം. 10 മണിയാകുമ്പോൾ കിടന്നു. കാരണം 10-നും 12-നും ഇടയിലാണ് നമ്മുടെ ശരീരത്തിന്റെ മെയിൻ്റെനൻസ് എല്ലാം ശരീരം നടത്തുന്നത്. ബോഡി മെയിൻ്റെനൻസ് മുഴുവൻ നടക്കുന്നത് 10 മണിക്കും 12 മണിക്കും ഇടയിലാണ്. ഈ സമയത്ത് ഒരു ഉറക്കം പൂർണ്ണമായിട്ട് നമ്മൾ നിദ്രയിൽ ആയിരിക്കണം. പലപ്പോഴും നമ്മൾ ഇതെല്ലാം നമ്മൾ തെറ്റിച്ചാണ് ജീവിക്കുന്നത്. അല്ല, പണ്ടുള്ള ആൾക്കാർ നമുക്ക് അവർ 7 മണിയാകുമ്പോൾ കിടക്കുമായിരുന്നു. ഒരു 10-60 വർഷം മുമ്പുള്ള നമ്മുടെ പൗരാണികരായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഉറക്കമില്ലെങ്കിൽ നമുക്ക് കണ്ണിന്റെ അടിയിൽ ഇങ്ങനെ പാടൊക്കെ വരും. അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മെറ്റബോളിസത്തിനെല്ലാം കംപ്ലൈന്റ് വരും. ശരിയായ രീതിയിലുള്ള വിസർജനം, അല്ലെ ശരീരത്തിലുള്ള മലശോധനക്രിയ ശരിയായ രീതിയിൽ നടക്കാതെ വരും. അപ്പൊ ഇതിനെല്ലാം കാരണം ഈ ഉറക്കമില്ലായ്മയാണ്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഉറക്കം ശരിയായ രീതിയിൽ നമുക്ക് നടക്കണം. ഉറക്കമില്ലെങ്കിൽ നമ്മുടെ രക്തം അശുദ്ധമാകും, നമ്മൾക്ക് മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ ഉണ്ടാവും, ടെൻഷൻ കൂടും. ഇതെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ കഴിക്കുന്നതെങ്കിൽ അതിന്റെ പ്രയോജനം പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പൊ ഉറക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് എല്ലാവരും ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ നേരം വെളുത്ത് കിടന്ന് ഉറങ്ങുന്നതല്ല ഉറക്കം. അല്ല, ഇപ്പൊ പ്രദീപൻ സാറ് പലപ്പോഴും പറയാറുണ്ട് 5:30 ആരും എഴുന്നേൽക്കുന്നില്ല. അതിനുള്ള പ്രധാന കാരണം ഈ രാത്രിയിലെ ഭക്ഷണം അമിതമായിട്ട് കഴിക്കുന്നതാണ്. അല്ലെ, ഒരു 8 മണി കഴിഞ്ഞ് നല്ല ഹെവി ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് ഉറക്കം വരത്തില്ല. കാരണം നമ്മൾ ഒരു 10-12 മണി വരെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് പിന്നെ ഉറക്കത്തിലേക്ക് ശരീരം പോകുന്നു. ഈ കഴിച്ച സാധനം ദഹിക്കണമല്ലോ. ദഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം ശരിയായി നടക്കത്തുള്ളൂ. അപ്പൊ ശരിയായ രീതിയിൽ ഉറക്കം പിന്നെ വരുന്നത് ഒരു വെളുപ്പിനെ ഒരു 3 മണി ആകുമ്പോഴത്തേക്കും പയ്യെ ഉറക്കം വരും. പിന്നെ 3 മണി മുതൽ ഒരു 7 മണി വരെ കിടന്ന് അങ്ങ് ഉറങ്ങും. കാരണം ശരീരത്തിന്റെ റെസ്റ്റ് ആവശ്യമാണ്, അല്ലെങ്കിൽ ശരീരത്തിന്റെ ബാലൻസ് തെറ്റിപ്പോകും. അപ്പൊ ഈ സമയത്ത് നമ്മളെ എഴുന്നേക്കാൻ പറ്റത്തില്ല. അപ്പം ശരിയായ രീതിയിലുള്ള ആരോഗ്യം, ഉറക്കം അത് നമുക്ക് കിട്ടേണ്ടത് ശരിക്കും പറഞ്ഞാൽ നേരത്തെയാണ്. അല്ല, early to bed early to wake up എന്നാണ് പറയുന്നത്. നേരത്തെ കിടക്കുക, നേരത്തെ എഴുന്നേൽക്കുക. അപ്പൊ ഞാനൊക്കെ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് 10 മണിയാകുമ്പോഴേലും കിടന്നിരിക്കും. ഏറ്റവും ചുരുങ്ങിയത് 9:30 കിടക്കാമെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പൊ നേരത്തെ കിടക്കുക, നേരത്തെ എഴുന്നേൽക്കുക. അപ്പൊ നമ്മളൊരു 9:30 ആകുമ്പോൾ കിടക്കുന്ന ഒരാൾക്ക് ഒരു 3:30-4 മണിയാകുമ്പോൾ എഴുന്നേക്കാം. യാതൊരു ആരോഗ്യ പ്രശ്നവും ഉണ്ടാകത്തില്ല. പക്ഷെ ഭക്ഷണം നേരത്തെ കഴിച്ചിരിക്കണം. 6 മണിക്ക് മുമ്പായിട്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കണം. അല്ലെങ്കിൽ 6-നും 7-നും ഇടയിൽ, അതാണ് ശരിയായ സമയം. 6-നും 7-നും ഇടയിൽ നമ്മൾ ആഹാരം കഴിച്ച് അത് ദഹനം. 7 മണിക്ക് കഴിക്കുന്ന ആഹാരം 10 മണിയാകുമ്പോൾ ദഹിച്ചിരിക്കും, 3 മണിയാകുമ്പോഴത്തേക്കും. അപ്പൊ നമ്മൾ അല്പനേരമൊക്കെ ഒന്ന് നടന്ന്, മുറ്റത്തൂടെയൊക്കെ നടന്ന് ചെറിയ എന്തെങ്കിലും വെള്ളമൊക്കെ എടുത്ത് വെള്ളം കോരുവോ അല്ലെങ്കിൽ മുറ്റത്തൂടെയൊക്കെ നടക്കുകയോ ചെറിയ വ്യായാമങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ദഹിക്കും. ലഘുവായ ആഹാരം വേണം വൈകിട്ട് കഴിക്കാനായിട്ട്. കട്ടിയുള്ള ആഹാരം കഴിക്കരുത്. പ്രത്യേകിച്ച് ഇറച്ചി, അമിതമായിട്ടുള്ള മാംസ്യാഹാരങ്ങൾ, ഇതൊന്നും നമ്മൾ രാത്രി സമയത്ത് കഴിക്കരുത്. രാത്രിയിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് കഴിക്കുക എന്ന് പറയുന്നത് പഴങ്ങളാണ്. പഴങ്ങള്, സാലഡുകൾ, ഇതൊക്കെയാണ് രാത്രിയിൽ കഴിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ശരിയായ ഉറക്കം നമുക്ക് കിട്ടും. ഉറക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. ഉറക്കമില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഉറക്കത്തെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. ഉറക്കവും അതുപോലെ തന്നെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ശരിയായ രീതിയിലുള്ള മലശോധന, മലക്രിയ, അത് ശരിയായ രീതിയിൽ നടന്നിരിക്കണം. അപ്പൊ നമ്മുടെ ഇപ്പൊ പറഞ്ഞു വന്നത് S5 കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മളിത് പറഞ്ഞത്. അപ്പൊ വേപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇത്രയും ദീർഘമായിട്ട് പറഞ്ഞു പോയത്. അപ്പൊ രക്തം ശുദ്ധി ആവണം. രക്തം ശുദ്ധി ആകുന്നതിന് ഉറക്കം, ശരീരത്തിൽ നിന്നുള്ള മലശോധനക്രിയ, അതെല്ലാം നടന്നിരിക്കണം. പിന്നെ ധാരാളം വെള്ളം നമ്മൾ കുടിക്കണം. ശരിയായ രീതിയിലുള്ള പച്ചവെള്ളം, വെള്ളമാണ് കുടിക്കേണ്ടത്. വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. വെറുതെ വെള്ളം, ആഹാരത്തോടൊപ്പം അല്ല വെള്ളം കുടിക്കേണ്ടത്. ചിലരുണ്ട് ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് 2 ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കും. കാരണം ആഹാരം ദഹിക്കണമെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ശരീരം ഉത്പാദിപ്പിക്കും. ആ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ ഈ കുടിക്കുന്ന വെള്ളം നിർവീര്യമാക്കി കളയും. അപ്പൊ വെള്ളം പിന്നെ ഈ ആഹാര സാധനം അവിടെ ചെറിയ ഒരു തടി പോലെ അവിടെ കിടക്കും. പിന്നെ പയ്യെ ദഹിക്കണമെങ്കിൽ സമയം കൂടുതലെടുക്കും.
എന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഉടനെ ഇത് ദഹിക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത ഭക്ഷണം വരും. ഉടനെ നമ്മൾ അത് വീണ്ടും അതെടുത്ത് കഴിക്കും. അപ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ കൂടിക്കഴിഞ്ഞ് വയറ്റിൽ കിടക്കും. ശരിയായ രീതിയിൽ വയറ്റിൽ നിന്ന് പോകത്തില്ല. വയറ്റിൽ നിന്ന് പോകാതെ വരുമ്പോഴത്തേക്കും പലതരത്തിലുള്ള അസുഖങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്യും. അല്ലെ, പലതരം യൂറിക് ആസിഡ് ഒക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ദഹനം ശരിയായ രീതിയിൽ നടക്കാതെ വരുമ്പോഴത്തേക്കും. അപ്പം അത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ കാലുവേദനയായി, മുട്ടുവേദനയായി, കൈക്ക് വേദനയായി, ഇങ്ങനെ വേറെ തരത്തിലുള്ള വേദനകളെല്ലാം നമുക്ക് വരാനായിട്ട് തുടങ്ങും. അപ്പം ആഹാരത്തിന്റെ ആ ക്രമീകരണത്തിൽ വരുന്ന തെറ്റാണ് നമുക്ക് ഇങ്ങനെയെല്ലാം വരുന്നത്. അപ്പൊ വെള്ളം കുടിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. കഴിക്കുന്ന ആഹാരത്തിന് ഒരു 40 മിനിറ്റ് മുമ്പ് വെള്ളം കുടിക്കുക. ആഹാരത്തിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ വെള്ളം കുടിക്കുക. ഇനി ആഹാരത്തോടൊപ്പം വെള്ളം കുടിക്കണമെന്ന് ആർക്കെങ്കിലും നിർബന്ധമുണ്ടെങ്കിൽ നമ്മൾ കഴിക്കേണ്ട വെള്ളം ചുക്കുവെള്ളം കുടിക്കാം. ചുക്കിട്ട വെള്ളം കുടിക്കാം. പിന്നെ നമ്മുടെ ജൽജീര വേണമെങ്കിൽ ചൂടാക്കി കുറച്ച് സിപ്പായിട്ട് മാത്രം ആഹാരത്തിനിടയിൽ കുടിക്കുക. ജൽജീരയോ അല്ലെങ്കിൽ ഗുഡ്സിപ്പോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണമെന്നുള്ളവർക്ക്, നിർബന്ധമില്ല വേണമെന്നുള്ളത്. അതുകൊണ്ട് ചുക്കുവെള്ളം കുടിക്കാം, ജീരകവെള്ളം കുടിക്കാം. ഇതൊക്കെ നമ്മൾ ആഹാരത്തിന് ഇടയിൽ വേണമെങ്കിൽ ഒരു കവിള് വേണമെങ്കിൽ, നിർബന്ധമുള്ളവർക്ക്, കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. നിർബന്ധമുള്ളവർക്ക് ആഹാരത്തിന് ഇടയിൽ വേണമെങ്കിൽ നല്ലതുപോലെ ചവച്ചരച്ച ആഹാരത്തോടൊപ്പം വേണമെങ്കിൽ ഒരു കവിള് വേണമെങ്കിൽ അല്ലെങ്കിൽ മാത്രം കുടിക്കുക. അങ്ങനെ നമ്മൾ ഒരു നിയന്ത്രിത രീതിയിൽ കൊണ്ടുവരിക. വെള്ളം ചവച്ച് കുടിക്കണമെന്നാണ് നാച്ചുറോപ്പതിക്കാർ പറയും. നാച്ചുറോപ്പതി പറയും വെള്ളം വായിൽ നിർത്തണം. വായിൽ നിർത്തി പയ്യെ നമ്മൾ ഇറക്കണം. കാരണം ഉമിനീരമായിട്ട് നന്നായിട്ട് ഇതിനെ കലർത്തണം. അങ്ങനെ വെള്ളം കുടിക്കാനായിട്ട്. പക്ഷെ ഇതിനൊന്നും നമുക്കൊന്നും സമയമില്ല. ആധുനിക മനുഷ്യന് തിരക്ക് പിടിച്ച ഒരു ജീവിതമായതുകൊണ്ട് ഇതിനൊന്നും സമയമില്ലാത്തത് കൊണ്ട് നമ്മളെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ്. ഇപ്പൊ നമ്മൾ ബാംഗ്ലൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം, ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നത് നിന്നുകൊണ്ടാണ് കഴിക്കുന്നത്. അല്ലെ, ശരിക്കും പറഞ്ഞാൽ ആഹാരം കഴിക്കേണ്ടത് നിലത്തിരുന്നാണ്, തറയിലിരുന്നാണ്, ചമ്രം മടങ്ങിയിരുന്നാണ് നമ്മൾ ആഹാരം കഴിക്കേണ്ടത്. ഇന്ന് ആ രീതികളെല്ലാം മാറി. നമ്മൾ നിന്നുകൊണ്ട് ആഹാരം കഴിക്കുന്നു. അത് ആരോഗ്യപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും. നിന്നുകൊണ്ട് ആഹാരം കഴിക്കുന്നു, ഒരിക്കലും നിന്നുകൊണ്ട് ആഹാരം കഴിക്കരുത്. ഇന്ന് നമ്മുടെ പുതിയ ലൈഫ് സ്റ്റൈലിൽ ഇപ്പം ബുഫേ പോലെയുള്ള ആഹാര സംവിധാനങ്ങളിലൊക്കെ കല്യാണത്തിന് ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും നിന്നുകൊണ്ട് അങ്ങ് അടിക്കുകയാണ്. അപ്പൊ നിന്നുകൊണ്ടല്ല ആഹാരം കഴിക്കേണ്ടത്. ഏറ്റവും ചുരുങ്ങിയ പക്ഷം നമ്മളൊരു കസേരയിൽ ഇരുന്ന് എങ്കിലും ആഹാരം കഴിക്കണം. ഏറ്റവും നല്ലത് നിലത്തിരുന്ന്. അല്ലെ, നമ്മളിപ്പോഴും അറിയാം, ഇപ്പം ഈ ബ്രാഹ്മിൻസ് ഒക്കെ ആഹാരം കഴിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചറിയാം. അവരൊക്കെ ഇപ്പോഴും അവർ പായൊക്കെ വിരിച്ചിട്ട് നിലത്തിരുന്ന് ആണ് അവര് ചമ്മറം മടഞ്ഞിരുന്നാണ് ആഹാരം കഴിക്കുന്നത്. അങ്ങനെയാണ് ശരിക്കും ആഹാരം കഴിക്കേണ്ടത്. അപ്പൊ ആഹാരം കഴിക്കേണ്ട ഒരു രീതിയുമുണ്ട്. അപ്പൊ അങ്ങനെ ആഹാരം കഴിക്കാൻ നമുക്ക് പറ്റത്തില്ലെങ്കിൽ പോലും നമ്മൾ കസേരയിൽ ഇരുന്ന് ആഹാരം കഴിക്കുക, ശാന്തമായിട്ട് ആഹാരം കഴിക്കുക. നമ്മുടെ ആഹാരത്തിൽ കൂടുതൽ വേവിക്കാത്ത ഒരു ഭാഗം ആഹാരം വെക്കുക, അതൊരു നേരം അങ്ങനെ കഴിക്കുക. അപ്പൊ ഇതെല്ലാം രക്തശുദ്ധിയെ കുറിച്ച് പറയേണ്ടി വന്നതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ വെറുതെ നമ്മൾ ചിലർ പറയും ഈ SY ഒക്കെ കഴിക്കുന്നുണ്ട്, കിഡ്സ് കഴിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരു പ്രയോജനം കിട്ടുന്നില്ല. അതിനുള്ള പ്രധാന കാരണം ശരിയായ രീതിയിലുള്ള ചിട്ടയില്ലാത്തത് കൊണ്ടാണ്. ചിട്ടയില്ലാതുള്ള ആഹാരം നമ്മൾ വലിച്ചു കയറ്റുന്നത് കൊണ്ടാണ് ഇതെല്ലാം നമുക്ക് സംഭവിക്കുന്നത്. അപ്പൊ മനുഷ്യനെപ്പോഴും നമ്മൾ സ്വാഭാവികമായിട്ട് എപ്പോഴും എങ്ങനെയാണ്, രുചിയുള്ളതിന്റെ പുറമേ പോകും. അല്ലെ, രുചിയുള്ളത് കൂടുതൽ കഴിക്കും, രുചി കുറഞ്ഞത് കുറച്ച് കഴിക്കും. അല്ലെ, ശരിക്കും കുറച്ചാ കഴിക്കേണ്ടത്. രുചി കുറഞ്ഞ ആഹാരത്തിന്റെ രുചി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല വിശപ്പാണ്. അല്ലെ, നല്ലതുപോലെ വിശക്കണം. നല്ല വിശപ്പുണ്ടാകാനും S5 നല്ലതാണ്. ശരിയായ രീതിയിലുള്ള വിശപ്പ് S5 നമുക്ക് തരും. എനിക്ക് അനുഭവമുണ്ട്. ഇപ്പൊ വിശപ്പില്ലാത്തവർക്ക്, ഇപ്പം വാദം ഒക്കെ കുറഞ്ഞു നിൽക്കുന്നവർക്ക്, അല്ലെങ്കിൽ പിത്തം കുറഞ്ഞു നിൽക്കുന്നവർക്ക്, ചില പിത്തപ്രകൃതിയിൽ പിത്തം കുറഞ്ഞു നിൽക്കും. പിത്തം കുറഞ്ഞു നിൽക്കുന്നവർക്ക് വിശപ്പ് കൂട്ടാൻ S5 ഏറ്റവും നല്ലതാണ്. ഇപ്പൊ വിശപ്പിനെ വർദ്ധിപ്പിക്കാൻ S5 നല്ലതാണ്. അതുപോലെ തന്നെ ഗെയിനറും വിശപ്പിനെ വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. അപ്പൊ വിശന്ന് വേണം ആഹാരം കഴിക്കാനായിട്ട്. നമ്മൾ വിശക്കാതെ ആഹാരം കഴിക്കുന്നതാണ് നമ്മുടെ ശരീരത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ തിന്മ. ആ തിന്മയാണ് നമ്മൾ ഓരോ ദിവസവും അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ രോഗികളായിക്കൊണ്ടിരിക്കുന്നു. ആ രോഗത്തിൽ നിന്നൊക്കെ നമുക്ക് മാറ്റം വരണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രകൃതികളെ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ വേപ്പ് രക്തശുദ്ധി നൽകുന്നു. ചർമ്മരോഗങ്ങളെ തടയുന്നു. സ്കിൻ ഡിസീസസ്, ചർമ്മരോഗങ്ങൾക്ക് പ്രധാന കാരണം രക്തം ശുദ്ധിയാകാത്തതുകൊണ്ടാണ്. അപ്പൊ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന കൂടുതൽ അളവിലുള്ള പോയിസൺ, വിഷം ആ ശരീരത്തിൽ എവിടെയെങ്കിലും സംരക്ഷിക്കണം. അപ്പൊ അത് തൊലിയിലേക്ക് അത് വരും. അപ്പൊ തൊലിയിൽ ഇങ്ങനെ ചൊറിഞ്ഞു തടിക്കുന്നതും മുഴകൾ രൂപപ്പെടുന്നതും ഒക്കെ അങ്ങനെയാണ്. അടുത്താണ് കറ്റാർവാഴ. കറ്റാർവാഴ S5 അടങ്ങിയിട്ടുണ്ട്. അത് ദഹന പ്രക്രിയയെ മെച്ചപ്പെടുത്തുന്നു. മുടി, ചർമ്മം, ആരോഗ്യം എന്നിവയ്ക്കെല്ലാം ആരോഗ്യം അതാണ് കറ്റാർവാഴ. ദഹനം, വിശപ്പിനെ വർദ്ധിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ദഹനത്തെ ശരിയായ രീതിയിലുള്ള ദഹനത്തെ നടത്താനായിട്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ മുമ്പേ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ആഹാരത്തിനിടയിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാകാൻ വരികയാണ്. അതുകൊണ്ട് തന്നെ പുതിനയും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലതാണ്. ശരീരത്തിന് ഉന്മേഷം തരുന്നു. അപ്പൊ ചുരുക്കത്തില് S5 നമുക്ക് തരുന്നത് ഗുണങ്ങൾ എന്ന് പറയുന്നത് രക്തശുദ്ധി, ചർമ്മത്തിന്റെ ആരോഗ്യം, രോഗപ്രതിരോധം, ജലദോഷം, പനി, അതുപോലെ തന്നെ ഗ്യാസ്, അസിഡിറ്റി, ദഹന പ്രശ്നങ്ങൾ. അപ്പൊ നമുക്കറിയാം ഗ്യാസ് പലപ്പോഴും ഉണ്ടാകുന്നതിന്റെ കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരം ശരിയായ രീതിയിൽ ദഹിക്കാതെ വരുമ്പോഴാണ് ഗ്യാസ് ഉണ്ടാകുന്നത്. നേരം തെറ്റിയുള്ള ആഹാരം, അല്ലെ, ഉച്ചയ്ക്ക് രാവിലെ 6 മണിയാകുമ്പോൾ ചിലർ കഴിക്കുന്നവരുണ്ട്. അവര് 11 മണിയാകുമ്പോൾ വീണ്ടും കഴിക്കും. പിന്നെ ഒരു 3 മണിയാകുമ്പോൾ കഴിക്കും.
പിന്നെ ഒരു 6 മണിയാകുമ്പോൾ കഴിക്കും. ഇങ്ങനെ നേരം തെറ്റി കൂടുതൽ അളവിൽ ആഹാരം കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവർക്കൊക്കെയാണ് അസിഡിറ്റി വരുന്നത്. രാവിലത്തെ ആഹാരം ദഹിച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു നേരം ആഹാരം കഴിച്ച് 6 മണിക്കൂർ കഴിഞ്ഞ് വേണം അടുത്ത ആഹാരം കഴിക്കാനായിട്ട്. രാവിലെ നമ്മൾ 8 മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മണി 2 മണിയാകുമ്പോൾ വേണം ആഹാരം അടുത്തത് കഴിക്കാനായിട്ട്. ഇത് നമ്മൾ നേരം തെറ്റി കഴിക്കും. കാരണം പലപ്പോഴും വിശക്കാതെയാണ് ആഹാരം ഇന്ന് കഴിക്കുന്നത്. അല്ലെ, പണ്ടുള്ള ആൾക്കാർ വിശന്ന ആഹാരം കഴിച്ചു. പണ്ടുള്ള ആൾക്കാർക്ക് അധ്വാനം കൂടുതലും അതുപോലെ തന്നെ ഭക്ഷണം കുറവുമായിരുന്നു. കൂടുതൽ അധ്വാനിക്കും, കുറച്ച് ആഹാരം കഴിക്കുന്ന ആഹാരം ഏറ്റവും നല്ലത്. ഇന്ന് നമ്മൾ നേരെ തിരിഞ്ഞു പോയി. ഇന്ന് കുറച്ച് അധ്വാനം. ഇപ്പൊ നമ്മൾ നോക്കി ഒരു IT ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരാൾ, അയാൾ ഈ പറഞ്ഞ പോലെ അധ്വാനം, അയാളുടെ അധ്വാനം ബ്രെയിൻ കൊണ്ടുള്ളതേ ഉള്ളൂ, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന അധ്വാനമേ ഉള്ളൂ. അയാൾ കായികമായിട്ടൊരു അധ്വാനം ചെയ്യുന്നു, കസേരയിൽ ഇരിക്കുന്നു, കമ്പ്യൂട്ടറിന്റെ കീപാഡിൽ ഇങ്ങനെ കൈ ഓടിക്കുന്നു, വലിയ അധ്വാനമൊന്നുമില്ല. ഇവരൊരു 4 നേരം കഴിക്കുവാണെങ്കിലോ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് ഇവര് പലതരത്തിലുള്ള രോഗങ്ങൾ, ഒരു 45 വയസ്സാകുമ്പോഴത്തേക്ക് ഒരു IT രോഗി, അത്യാവശ്യം നടുവേദനയും അതുപോലെ തന്നെ മറ്റ് പ്രഷറും ഷുഗറും ഇങ്ങനെയുള്ള രോഗങ്ങളെല്ലാം അവൻ സമ്പാദിക്കുന്ന മുഴുവൻ പിന്നെ പോകുന്ന അങ്ങോട്ടാണെന്ന് നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ നേരം തെറ്റി, കാലം തെറ്റി, നമ്മുടെ പ്രകൃതിക്ക് തെറ്റായിട്ട് നമ്മൾ ആഹാരം കഴിക്കുന്ന ഒരു രീതിയാണെന്ന് നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളവർക്കൊക്കെ ദഹന സംബന്ധമായ അസുഖങ്ങളെല്ലാം വരും. പിന്നെ ഇവര് ഇതിനൊക്കെ ഒരു ആശ്വാസം കാണുന്നത് കുറച്ച് മദ്യം കഴിക്കുക എന്നുള്ളതാണ്. മദ്യം ദഹനത്തെ വർദ്ധിപ്പിക്കും അന്ന് കരുതിക്കൊണ്ട്. അന്നേരം കരളിനെല്ലാം പ്രശ്നമാവും, കിഡ്നിക്ക് പ്രശ്നമാവും. പിന്നെ അത് അടുത്ത രോഗത്തിലേക്ക് പോകും. അപ്പൊ ഇങ്ങനെ ഒരു രോഗത്തിൽ നിന്നും അടുത്ത രോഗത്തിലേക്ക് നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു കാലക്കേടിലാണ് നമ്മളെല്ലാവരും ഒന്ന് പുലർന്നു വരുന്നത്. അപ്പൊ ശരിയേതാണ് തെറ്റേതാണെന്ന് ആൾക്കാർക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ വരുന്നു. നമ്മൾ കാണുന്നതെല്ലാം ശരിയല്ല, കേൾക്കുന്നതെല്ലാം ശരിയല്ല. അപ്പൊ അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളിലൂടെയും നമ്മൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നിൽക്കുന്നത്. അപ്പൊ അറിവുണ്ടെന്ന് പറയുന്നിടത്തും വലിയ അറിവില്ലായ്മ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഉദനി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മൾ അവസാനം പറഞ്ഞത്. അപ്പം ഇത്രയും ചേരുവകളാണ് S5 അടങ്ങിയിരിക്കുന്നത്. ഇപ്പൊ ന്യൂട്രിചാർജ് കിഡ്സ്, അതുപോലെ തന്നെ S5 അതൊക്കെ നമുക്ക് ഈ മഴക്കാലത്ത് രോഗപ്രതിരോധ ശേഷിക്കായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് ഉപയോഗിക്കുന്നതിന് മുന്നോടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ശരിയായ രീതിയിലുള്ള ഉറക്കം, മലശോധന, വേവിച്ച ആഹാരം 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ പച്ചക്കറികള്, പഴങ്ങളൊക്കെ ആഹാരത്തിൽ ഒരു നേരമെങ്കിലും പൂർണ്ണമായിട്ടും ഉൾപ്പെടുത്തുക. നേരത്തെ കഴിക്കുക, നേരത്തെ കിടക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിരാവിലെ എഴുന്നേറ്റ് ഈ പരിപാടിയിലൊക്കെ പങ്കെടുക്കാനായിട്ട് ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവർക്കും സാധിക്കും. കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആൾക്കാര്. അപ്പൊ നേരത്തെ എഴുന്നേൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നേരത്തെ ഭക്ഷണം കഴിച്ച് നേരത്തെ കിടന്ന് 4 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേൽക്കുക. ഞാൻ എല്ലാ ദിവസവും ഒരു 4 മണിയാകുമ്പോൾ എന്റെ ഉറക്കം കളയും. 4:30 എഴുന്നേൽക്കും. ദൈവാനുഗ്രഹത്തിന്, ഭാഗ്യത്തിന് എന്റെ മാതാപിതാക്കൾ എന്നെ അങ്ങനെ ശീലിപ്പിച്ചു ചെറുപ്പം മുതലേ. അത് വലിയൊരു അന്ന് എനിക്കത് ബുദ്ധിമുട്ടായിരുന്നു. 6-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ, സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എന്നെ ഒരു 3:30-4 മണിയാകുമ്പോൾ എഴുന്നേൽപ്പിക്കുമായിരുന്നു. പക്ഷെ എനിക്കന്ന് ഭയങ്കര സങ്കടമായിരുന്നു. അയ്യോ, കിടന്നുറങ്ങാൻ പറ്റുന്ന സുഖമായ സമയം, പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ. പക്ഷെ പിന്നീട് അത് എനിക്ക് ഒത്തിരി ആനന്ദം തരുന്നൊരു കാര്യമായിട്ട് മാറി. ഇന്ന് രാവിലെ ഈ ഇങ്ങനെ ക്ലാസ് എടുക്കാനായിട്ടുള്ള ഒരു പാകതയിലേക്ക് എന്നെ എത്തിച്ചത് എന്റെ ആ ചെറുപ്പത്തിൽ മാതാപിതാക്കൾ നൽകിയ ആ ശീലങ്ങളാണ്. അപ്പൊ അതെപ്പോഴും എന്റെ ഉള്ളിൽ ഒരു കൃതജ്ഞതയുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ രാവിലെ പഠിക്കുന്നതും എന്റെ പഠന സമയം എന്ന് പറയുന്നത് രാവിലെ 6 മുതൽ ഒരു 8 മണി വരെയാണ്. രാവിലെ ഇപ്പോഴത്തെ സമയം, കാരണം ഈ ക്ലാസ് എടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ളത്. അല്ലെങ്കിൽ ഞാൻ 5 മണിയാകുമ്പോൾ പഠിക്കാൻ തുടങ്ങും. അപ്പൊ എല്ലാ ദിവസവും പഠിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ഇങ്ങനെ പറയുന്നത്. എല്ലാ ദിവസവും എന്തെങ്കിലും പുതിയ കാര്യം പഠിക്കുക, പഠിച്ച കാര്യങ്ങൾ ഒരു നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. അപ്പൊ അതൊക്കെ എന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. അപ്പൊ അത് വെച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല, വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മളിന്ന് പ്രധാനമായിട്ടും സമയം 6:28 പ്രധാനമായിട്ടും നമ്മളിന്ന് പറഞ്ഞ S5 കുറിച്ചാണ്. അതുപോലെ തന്നെ ന്യൂട്രിചാർജ് കിഡ്സ്, അത് നമ്മൾ ഉപയോഗിക്കാം, കുട്ടികൾക്ക് കൊടുക്കുക. അതുപോലെ തന്നെ അവരുടെ ആഹാരത്തില് മാറ്റങ്ങൾ വരുത്തുക. അവരുടെ ശീലത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ, അല്ലെ, ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ നമ്മൾ ശീലിക്കുന്നതാണ് വലുതാകുമ്പോൾ നമ്മൾ പാലിക്കുന്നത്. അപ്പം ആദ്യം മാതാപിതാക്കൾ അത് ചെയ്യുന്നവരായിരിക്കണം. അത് കണ്ടാണ് കുട്ടികൾ വളരുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് പഞ്ചതുളസിയുണ്ട്, അതും ജലദോഷത്തിനും പനിക്കും നല്ലതാണ്. ഇതും നമുക്ക് വീട്ടിൽ മേടിച്ചു വെച്ച് ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. അതിനകത്ത് 5 തരം തുളസികൾ അടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാം പറയാനുള്ള സമയം നമുക്കില്ല. സമയം 6:29. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നല്ല ശീലങ്ങൾ നിങ്ങൾക്കുള്ളവരായിരിക്കുക, നല്ല മനസ്സുള്ളവരായിരിക്കുക. നമ്മുടെ ചിന്തകൾ എപ്പോഴും പോസിറ്റീവാക്കി നിർത്തുക. നമ്മൾ ആരുടെയും കുറ്റം പറയരുത്, ആരുടെയും പരദൂഷണം പറയരുത്, സ്വന്തം പ്രശംസ നടിക്കുകയും ചെയ്തത്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സുഖം അല്ല, നമ്മൾ അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അവരുടെ സുഖത്തിനായിട്ട് പറയണം, അല്ലെ? നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് വരുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. അപ്പം നമുക്ക് കുറച്ച് അറിവുകൾ കിട്ടി. അപ്പൊ ഇത് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെയും നമ്മുടെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ എനിക്ക് ദൈവാനുഗ്രഹത്താൽ കിട്ടിയതാണ്. അപ്പൊ ഇതെനിക്ക് പറഞ്ഞു തന്ന ധാരാളം ഗുരുക്കന്മാർ എനിക്കുണ്ട്. അവരെയെല്ലാം നന്ദിയോടെ ഓർക്കുന്നു.
അതുപോലെ തന്നെ ഇങ്ങനെയൊരു പറയാനുള്ള വേദി എനിക്ക് ഒരുക്കി തന്ന അർജുൻ സാറിനുള്ള പ്രത്യേക നന്ദി ഞാനിവിടെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സാറിന്റെ സ്നേഹ വായ്പിന് മുമ്പിൽ നന്ദിയോടെ നോക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഗേറ്റ് ലീഡർമാരായിട്ടുള്ള ബാബു സാറ്, ജമിനി മാഡം, അതുപോലെ തന്നെ ഗോപകുമാർ സാറ്, മൂർത്തി സാറ്, എല്ലാവർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്. പൂർണ്ണമായിട്ടുള്ള ഇനിയും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും സാറ് എനിക്ക് ഒരു അവസരം തരുമ്പോൾ ഞാനത് പറയാം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊരു വലിയ ഒരു മഹാപ്രസ്ഥാനത്തില് ആസിം എന്ന വലിയൊരു പ്രസ്ഥാനത്തില് പങ്കുപറ്റാൻ കാരണഭൂതനായ ഈശ്വരന് നന്ദി പറയുന്നു. അപ്പൊ ഇതെല്ലാം ഒരു ജന്മ സുഹൃതങ്ങളാണ് അല്ലെ. നമ്മളെന്തോ എവിടെയോ നമ്മള് പൂർവികരായിട്ടുള്ള ആൾക്കാരോ നമ്മള് പൂർവ്വജന്മങ്ങളിലൊക്കെ ചെയ്ത സുഹൃതത്തിന്റെ ഫലമാണ് നമുക്ക് ഓരോ നന്മകൾ കിട്ടുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു നല്ല ദിവസത്തിന് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ എനിക്ക് കാരണമായിട്ടുള്ള എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. JRC.